നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ആശുപത്രിയില്ല, ഇനി ഒരു ഹോട്ടൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അക്ഷര ഹോസ്പിറ്റൽ എന്ന് മാറ്റി അക്ഷര ഹോട്ടൽ എന്നാക്കണം. എന്തായാലും അടുക്കളയിൽ കറിക്കരിയാൻ ശമ്പളം കൊടുക്കാതെ ഒരു പാചകക്കാരി കിട്ടിയല്ലോ. അത് സൗകര്യം പോലെ ചെയ്തോളാം. അപ്പച്ചി ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, രാവിലെ നിന്റെ ഡാഡി വടിയും കുത്തിപ്പിടിച്ച് ഞൊണ്ടി അങ്ങ് പോകുന്നു കണ്ടല്ലോ. എങ്ങോട്ടാ? തത്തോ വിത്തോ കുത്തോ പത്തോ എന്ന് ചാടിയുള്ളൊരു പോക്ക്. അത് ഡാഡി വരുമ്പോ അപ്പച്ചി തന്നെ ചോദിച്ചാ മതി. ഡാഡി ഡാഡി പറഞ്ഞു തരുന്നതിന് മുമ്പ് മണിയടിച്ചല്ലോ. ഒടുക്കത്തെ ആയിസ. ഹലോ ഡാഡി. ശരി ഡാഡി. ഓക്കെ ഡാഡി. ശരി ശരി. ഞാനിപ്പോ വരാം. എനിക്കറിയാം ഓഫീസ്. ഓക്കെ. അമ്മേ, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. ശരി. എങ്ങോട്ടാടി യാത്ര? ഒന്ന് പറഞ്ഞിട്ട് പോടി. അടി. ഓ, ഇവിടെ പിന്നെ എല്ലാം രഹസ്യമാണ്. തലേ, നിങ്ങളിങ് വന്നേ. എന്താ ചേച്ചി? അല്ല മാഡം. പറയാം, നിങ്ങൾ വാ. പറയാന്ന്. ഇങ്ങോട്ട് വാടോ താൻ. എണീറ്റ് വാന്ന്. ഓ, തറയിലിരിക്കെ. എന്തിനാ? ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ. അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ദാ പിടിക്ക. പിടിക്കടോ. അയ്യോ, ഈ ക്യൂടെക്സേ വൃത്തിയായിട്ട് എന്റെ കാലിന്റെ നഖത്തിലൊക്കെ നീട്ടെ. എനിക്ക് കുനിയാൻ പറ്റില്ല. ഓ, എന്തൊരു വേദന. നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതോ ഞാൻ വേറെ ഭാഷ പറയുന്നോ? ഇരിക്കും നിങ്ങളവിടെ. ഇട്ടേ. നിനക്ക് പണി തുണയ്ക്കൂ. പിന്നെ വില കൂടിയ ക്യൂടെക്സാ. കളയാതെ വിരലിൽ പറ്റാതെ നഖത്തിൽ ശ്രദ്ധിച്ചിടണം. രാവിലെ തന്നെ നമുക്ക് പോണേ. വേണമെങ്കിൽ നീ ഒന്ന് അലാറം വെച്ചു. വെളുപ്പിനെ എണീക്കേണ്ടതാ. അലാറം ഒന്നും വേണ്ട, ഞാൻ വിളിച്ചോളാം. എവിടേക്കാച്ചാ നാളത്തെ യാത്ര? ഒക്കെ ഉണ്ട്. അല്ല മനോഹര, അച്ഛൻ നായരും കൂടെ രാവിലെ എങ്ങോട്ടേക്കാ യാത്ര? എന്റെ കൊച്ചമ്മേ, ഞങ്ങളൊന്ന് മൂന്നാർ വരെ പോവുക. ഈ സീസണിൽ നീലക്കുറിഞ്ഞി പൂത്തോന്ന് നോക്കണം. പിന്നെ അവിടെ എങ്ങാനും നീലക്കൊടിവേലി ഉണ്ടോന്ന് തപ്പണം. കുറച്ച് പറിച്ചോണ്ട് വന്ന് ഇവിടുത്തെ പൂജാമുറി വെച്ചാ വെച്ചടി കേറ്റവാന്നാ. ആശു വന്ന് കുവിഞ്ഞുകൂടും. ഓ, പരിഹാസി. അച്ഛനോട് എന്ത് ചോദിച്ചാലും ഇത്തരം മറുപടികളാ. അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞാൽ മതി. എന്നോട് മര്യാദയ്ക്ക് പറയാൻ നീ ആരാടി? എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ പോകും. മനോഹര, നീ പറഞ്ഞത് നിത്യോടാണെങ്കിലും കൊണ്ടതെനിക്കാ. അയ്യോ, അതെന്റെ കുറ്റമല്ലല്ലോ കൊച്ചമ്മേ. കൊച്ചമ്മയോട് ഞാൻ പണഞ്ഞായിരുന്നു അടി വരുന്ന വഴിക്ക് ചെവിട് വെച്ച് തരാൻ. അറിയിക്കേണ്ടവരോടൊക്കെ പറഞ്ഞു കാണും. അതെ, എല്ലാ വിവരങ്ങളും മരുമകളുടെ സവിധത്തിൽ സമർപ്പിച്ചാ മതിയല്ലോ. നിട്ടെ, വെറുതെ ഓരോന്ന് പറയല്ലേ. അച്ഛനും അമ്മയും നാളെ എവിടേക്കോ പോകുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞേ. അയ്യോ,
ഞാനേ ഇച്ചിരി പച്ചവെള്ളം ചവരിച്ചരച്ച് കുടിച്ചോട്ടെ, അത്രയ്ക്ക് പാവമല്ലേ ഞാൻ. ശരത്ത് മോൻ പേടിക്കണ്ട, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും അല്ല പോകുന്നേ. നീ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയാൽ തന്നെ ശരത്ത് മോൻ എന്താ? ശരത്ത് മോൻ എന്താ കള്ളപ്പുള്ളിയോ? ആ, എന്നാ പുള്ളിയാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും ഒന്നെനിക്കറിയാം, പുള്ളിപ്പുലിയുടെ പുള്ളി വെള്ള പൂശി മായ്ക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ അങ്ങനെ പിടികിട്ട പുള്ളി ആൾമാറാട്ടക്കാരനോ ഒന്നും അല്ല ചാ. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ശരത്ത് മോനെ. കഥയുടെ അവസാനം നീലക്കുറുക്കൻ ഷവറിന്റെ അടിയിൽ നിന്ന പോലെ ആകാതിരുന്നാ മതി. നീ വല്യക്കനോട് പറഞ്ഞോ മനോഹര? അയ്യോ, അമ്മയ്ക്ക് ദക്ഷിണയും വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകാൻ ഞാനേ ഇരുമുടിക്കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോവല്ലോ. ആ, പോകാൻ നേരം പറഞ്ഞോളാം. ആ മോള് പോയി കിടക്കും. വാ പാർവതി. എന്നാലും എവിടേക്കാ പോകുന്നതെന്ന് നീ പറയത്തില്ല അല്ലേ മനോഹര? ഇല്ല, കൊച്ചമ്മ ഒരു കാര്യം ചെയ്യ, സോമൻ ചീറ്റപ്പനെ വിളിച്ചേ വിവരം പറ. പുള്ളി ജ്ഞാന ദൃഷ്ടി കൊണ്ട് കണ്ടുപിടിക്കും ഞങ്ങളുടെയൊക്കെ സഞ്ചാരപഥം. ആ, ചിറ്റപ്പനെ ഒരു പേരുവിടാം, ബ്രഹ്മശ്രീ റഡാർ സോമൻ. പോയി. എന്നാലും എവിടേക്കായിരിക്കും ഈ രഹസ്യയാത്ര? എങ്ങോട്ടെങ്കിലും ആവട്ടെ. അല്ല പിന്നെ എന്തായാലും നമുക്ക് ഗുണമുള്ള യാത്രയൊന്നും ആയിരിക്കില്ല, അതുറപ്പാ. പക്ഷേ ദേവിക്ക് ഗുണമുള്ള കാര്യത്തിനായിരിക്കും, അതുറപ്പാ. ആ ഉണ്ടക്കണ്ണിക്ക് അറിയായിരിക്കും. അവള് വടി വിഴുങ്ങിയതുപോലെ മിണ്ടാതിരിക്കുന്നതാ. മനോഹരനൊന്നും വിട്ടു പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സുധിയേട്ടാ, ദേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഗുളിയൊക്കെ കഴിക്കുന്ന കേട്ടോ. കുഞ്ഞുനാളില് അമ്മ ഓടിച്ചിട്ട് പിടിച്ചാ എനിക്ക് മരുന്ന് തന്നിട്ടുള്ളത്. അത്രയ്ക്കും മടിയുള്ള ആളാ. ഹലോ. ആ, ഇത് ഭയങ്കര അതിശയമായല്ലോ. എന്ത്? അല്ല, കാത്തിരുന്നത് പോലെ ഫോൺ എടുത്തത്. ഹലോ, കാത്തിരുന്നതൊന്നും അല്ല, അറിയാതെ കൈ തട്ടി ഫോൺ അറ്റൻഡ് ആയി പോയതാ. ഓ, ആയിക്കോട്ടെ. അറിയാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ തട്ടിക്കോട്ടെ. കോൾ അറ്റൻഡ് ആവട്ടെ, നമ്മൾ സംസാരിക്കട്ടെ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ, ശരി. എന്തായാലും കൈതട്ടി അറിയാതെ ഫോൺ എടുത്ത് പോയില്ലേ, എന്തെങ്കിലും പറയേ. ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? ഇങ്ങോട്ടല്ലേ വിളിച്ചത്? അതിന് ഞാൻ വിളിച്ചതല്ല, അത് അറിയാതെ കൈതട്ടി കോൾ വന്നതാ. ഓ, എന്ന്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അയ്യോ, വെക്കല്ലേ. എന്താ? അല്ല, അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ? എല്ലാ മനുഷ്യരെയും പോലെ അവരും ഉറങ്ങാൻ കിടന്നു. ഇനിയിപ്പോ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അച്ഛന്റെ നമ്പർ മെസ്സേജ് ചെയ്യാം, വിളിച്ചാ മതി. അയ്യോ വേണ്ട. അച്ഛനും അമ്മയും നാളെ എവിടേക്കോ ഒരു യാത്ര പോകുന്നുണ്ട്. അയ്യോ, അതിന് അച്ഛൻ യാത്ര ചെയ്യാറൊക്കെ ആയോ? പെയിനൊക്കെ മാറിയോ? ആ, ചെറിയ മുറിവൊക്കെ അല്ലായിരുന്നോ, അതിപ്പോ ഉണങ്ങി, പിന്നെ നീരും വലിഞ്ഞിട്ടുണ്ട്. ഓ, അല്ല, എവിടേക്കാ യാത്ര എന്ന് പറഞ്ഞോ? ഇല്ല. അതിനി ഇങ്ങോട്ടേക്ക് വല്ലതാണോ? അവിടേക്കോ? അതെന്തിനിപ്പോ അങ്ങോട്ട് വരണേ? അല്ല, ഞാൻ നാട്ടു നടപ്പനുസരിച്ചൊരു മോഹം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ മോഹിക്കണ്ട. ഏതെങ്കിലും അമ്പലത്തിലേക്കാവും. സുധിയേട്ടന്റെ പേരിലുള്ള ഒരുപാട് വഴിപാടുകൾ ബാക്കി കിടക്കല്ലേ. ഇപ്പൊ സുധിയേട്ടന് വേണ്ടി ചെയ്യുന്ന എല്ലാ വഴിപാടിന്റെയും ഗുണം കിട്ടുന്നത് എനിക്കാ. എന്ന് വെച്ചാ സുധിയേട്ടൻ അർഹതപ്പെട്ടത് അത് സ്നേഹമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്. ആണോ?
എങ്കിലേ ഗുണഭോക്താവ് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടോ. ഗുഡ് നൈറ്റ്. മിടുക്കി.